ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിലുള്ള വന്ദനം ഏവർക്കും അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ വിവാദ വിഷയമായി നാം യൂട്യൂബിൽ കൂടെയൊക്കെയും കേൾക്കുന്നതായ പാസ്റ്റർ ടിനു ജോർജിൻ്റെ വിഷയം നമ്മെ ഏറെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. പ്രിയദാസൻ തൻ്റെ സഭയെ സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ സകല നന്മകൾക്കും, ഭൗതികമായ നന്മകൾക്കും ആത്മീയമായ നന്മകൾക്കുമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ സഭയ്ക്ക് മാത്രമല്ല ലോകമെങ്ങുമുള്ള അനേകർക്ക് ആശ്വാസവും വിടുതലും അനുഗ്രഹവും നിത്യതയ്ക്കായുള്ള വഴികാട്ടിയുമായിരിക്കുന്ന പ്രിയദാസൻ ഈ ദിവസങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായ സമ്മർദ്ദത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഒരു പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുകയും അവരുടെ നന്മയ്ക്കായി പ്രയാസപ്പെടുകയും അവരുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഭവനത്തിലെ മക്കൾ പിതാവിനെതിരായി തിരിയുമ്പോൾ ഉള്ള വേദന എത്ര വലുതായിരിക്കും. അപ്രകാരമുള്ള ഒരു സാഹചര്യ സമ്മർദ്ദത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി, പ്രത്യേകാൽ ആലയവേലയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായ ഈ കാലത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടവർ, തോളോട് തോൾ നിൽക്കേണ്ടവർ തന്നെ എതിരാകുമ്പോൾ അതിലുള്ള പ്രയാസം ആർക്കും മനസ്സിലാവുന്ന ഒന്നാണ്. എന്നാൽ ആ ക്രിസ്തു യേശുവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ അഭിഷക്തദാസൻ്റെ പ്രവർത്തനത്തെയും അവർ ചെയ്യുന്നതായ ഈ ആലയവേലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും സഹായിക്കാൻ ഇത് നമുക്ക് നല്ലൊരു അവസരമാണിത്. നെഹെമ്യ പുസ്തകത്തിൽ നാം കാണുന്നു, നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് കാര്യത്തെ സാധിപ്പിച്ചു തരും. അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ആ ഒരു വേലയ്ക്കായി നമുക്ക് നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്താം. പ്രത്യേകാൽ ഈ ദിവസങ്ങളിൽ പ്രിയ അഭിഷക്തദാസൻ്റെ കരങ്ങൾ തളർന്നു പോകാതെ വണ്ണം ബലത്തോട് ഉറപ്പോട് മുൻപോട്ട് പോകേണ്ടതിനായി ഈ പ്രവർത്തനങ്ങളിൽ വിശ്വാസിക്കുന്നവർ നമുക്ക് ഒരുമിച്ച് കരം ചേർക്കാം. അഹരോനും ഹൂരും മോശയുടെ കരം തളർന്നു പോകാതെ ഉറപ്പിച്ച് പിടിച്ചതുപോലെ ഒരു കൈത്താങ്ങായി നമുക്ക് എല്ലാ നിലകളിലും ആ പ്രിയദാസൻ്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാം, സഹായിക്കാം. ആലയവേലയ്ക്കായി നമ്മുടെ കരങ്ങളെ നമുക്ക് ബലപ്പെടുത്താം. ആ ശുശ്രൂഷകൾ ഇനിയും വളർന്നു വരേണ്ടതിനും, ഇനിയും അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനും, ഇനിയും അനേകർ വിടുതൽ പ്രാപിപ്പാൻ, അനേകർ നിത്യത്തിലേക്ക് ഒരുക്കം പ്രാപിക്കേണ്ടതിനും, അനേകർ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറേണ്ടതിനും ഈ കാലഘട്ടം കണ്ടതായ ഏറ്റവും വലിയ അഭിഷക്തന് നമുക്ക് ഒരുമിച്ച് പ്രിയദാസൻ്റെ കരങ്ങൾ ബലപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.